നമസ്കാരം. ജാതക കഥകളിലെ 36-ാമത്തെ കഥ, ബുദ്ധിയുള്ള പെണ്ണാട്. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള കാട്ടിൽ ഒരു കുറുക്കനും കുറുക്കച്ചിയും ഉണ്ടായിരുന്നു. അവർ താമസിച്ചിരുന്നതിനടുത്ത് കുറേ കാട്ടാടുകളും പാർത്തിരുന്നു. കുറുക്കൻ ഓരോ സൂത്രം പ്രയോഗിച്ച് ആടുകളെ ഓരോന്നായി കൊന്നു തിന്നുകയായിരുന്നു പതിവ്. ആട്ടിറച്ചി തിന്ന് കുറുക്കനും കുറുക്കച്ചിയും ആകെപ്പാടെ തടിച്ചു കൊഴുത്തു. അങ്ങനെ ആടുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. ഒടുവിൽ ഒരു പെണ്ണാട് മാത്രം അവശേഷിച്ചു. കുറുക്കൻ എന്തെല്ലാം സൂത്രം പ്രയോഗിച്ചിട്ടും അവളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ ആടിനെ കൂടി തിന്നാൻ എന്താണ് മാർഗമെന്നായി കുറുക്കൻ്റെ ആലോചന. അവസാനം അവനൊരു വഴി കണ്ടെത്തി. അവൻ കുറുക്കച്ചിയെ വിളിച്ചു പറഞ്ഞു, "പ്രിയേ, ഈ പെണ്ണാട് എനിക്ക് പിടിതരാതെ നടക്കുകയാണ്. നമ്മുടെ പഴയ തന്ത്രം കൊണ്ടൊന്നും അവളെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു പുതിയ സൂത്രം പ്രയോഗിക്കാൻ പോവുകയാണ്." "അതെന്താണ്?" കുറുക്കച്ചി താല്പര്യത്തോടെ ചോദിച്ചു. "അതോ, പറയാം. നീ ആദ്യം ആ പെണ്ണാടുമായി ചങ്ങാത്തം കൂടണം. അവൾക്ക് നിന്നിൽ വിശ്വാസമായി കഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ ചത്തതുപോലെ കിടക്കും. അപ്പോൾ നീ നിലവിളിച്ചുകൊണ്ട് ആ ആടിൻ്റെ അടുത്തെത്തണം. എന്നിട്ട് അവളോട് കരഞ്ഞുകൊണ്ട് പറയണം, 'അയ്യോ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയേ, എനിക്കിനി ആരും ഇല്ലേ' എന്ന്. അത് കേൾക്കുമ്പോൾ അവൾ നിന്നെ ആശ്വസിപ്പിക്കും. അന്നേരം ശവത്തിൻ്റെ അടുത്തേക്ക് അവൾ കൂടി വരണം എന്ന് നീ നിർബന്ധിക്കണം. അങ്ങനെ അവളെയും കൂട്ടി എൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ ഓർക്കാപ്പുറത്ത് ചാടി വീണ് അവളെ കടിച്ചു കൊല്ലാം. അതേ വഴിയുള്ളൂ." "കൊള്ളാം, നല്ല സൂത്രം തന്നെ." കുറുക്കച്ചിക്കും ആ പരിപാടി ഇഷ്ടപ്പെട്ടു. അന്നു മുതൽ കുറുക്കച്ചി പെണ്ണാടിനെ കാണുമ്പോൾ ചിരിക്കുകയും കുശലം പറയുകയും ചെയ്യാൻ തുടങ്ങി. ക്രമേണ അവർ ചങ്ങാത്തത്തിലായി. അങ്ങനെ അവർ തമ്മിൽ നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ കുറുക്കൻ കുറുക്കച്ചിയോട് പറഞ്ഞു, "നീ ഇനി പോയി പെണ്ണാടിനെ വിളിച്ചു കൊണ്ടുവാ. ഞാൻ ചത്തതുപോലെ കിടക്കാം." എന്നിട്ട് കുറുക്കൻ ചത്തതുപോലെ മലർന്നു കിടന്നു. കുറുക്കച്ചി ഉടനെ നിലവിളിച്ചുകൊണ്ട് ആടിൻ്റെ അടുത്തെത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "എൻ്റെ ഭർത്താവ് മരിച്ചുപോയേ, എനിക്കിനി ആരുമില്ലേ." അത് കേട്ടപ്പോൾ പെണ്ണാട് പറഞ്ഞു, "കരയാതിരിക്കൂ ചങ്ങാതി. കരഞ്ഞതുകൊണ്ട് ചത്തുപോയവർ മടങ്ങി വരുമോ?" അപ്പോൾ കുറുക്കച്ചി പറഞ്ഞു, "നീ കൂടി എൻ്റെ കൂടെ വാ. എന്നോടൊപ്പം വരാൻ വേറെ ആരുമില്ല." അത് കേട്ട പെണ്ണാടിന് പേടിയായി. അവൾ പറഞ്ഞു, "ചങ്ങാതി, നിന്റെ ഭർത്താവ് എൻ്റെ കൂട്ടരെ എല്ലാം കൊന്നു തിന്നവനാണ്. ചത്തുകിടക്കുകയാണെങ്കിലും അവൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് പേടിയാണ്." "ചത്തുകിടക്കുന്നവരെ എന്തിനാണ് പേടിക്കുന്നത്? നീയല്ലാതെ ആരുണ്ട് എൻ്റെ കൂടെ വരാൻ?" "കാര്യമൊക്കെ ശരി. നിന്റെ ഭർത്താവ് ക്രൂരനും വഞ്ചകനുമാണ്. ചത്തുകിടക്കുകയാണെങ്കിലും എനിക്കവനെ പേടിയാണ്." ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആട് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും കുറുക്കച്ചി പിന്നെയും പിന്നെയും നിർബന്ധിച്ചു. അപ്പോൾ ആട് വിചാരിച്ചു, ഒരുപക്ഷെ അവൻ ചത്തതു തന്നെയായിരിക്കും. എന്നാലും എങ്ങനെ വിശ്വസിക്കും? എന്തായാലും വളരെ ശ്രദ്ധിച്ച് അവിടം വരെ പോകാം. അവൾ കുറുക്കച്ചിയുടെ പിറകെ കുറുക്കൻ കിടന്നിരുന്നിടത്തേക്ക് പോയി. അവൾ ഓരോ ചുവടും വെച്ചത് ശ്രദ്ധിച്ചുകൊണ്ടാണ്. കണ്ണടച്ച് അനങ്ങാതെ കിടന്നിരുന്ന കുറുക്കൻ അവരുടെ കാലച്ച കേട്ടു. അവർ വരികയാവും എന്ന് അവൻ വിചാരിച്ചു. കാര്യമറിയാൻ കിടന്ന കിടപ്പിൽ തലയുയർത്തി ഒന്ന് നോക്കി. ആട് അത് കണ്ടു. കുറുക്കൻ ചത്തതല്ല, ചത്തതുപോലെ കിടക്കുകയാണ്. "ഈ വഞ്ചകി എന്നെ കൊല്ലാൻ തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്" എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി മറഞ്ഞു. അത് കണ്ട കുറുക്കച്ചി കുറുക്കനെ ശകാരിക്കാൻ തുടങ്ങി. "നിങ്ങൾ ക്ഷമയില്ലാതെ പെരുമാറിയത് കൊണ്ടല്ലേ ഞാനീ ബുദ്ധിമുട്ടിയതൊന്നും ഒരു പ്രയോജനവുമില്ലാതെ പോയത്." അവൾ തുടർന്നു, "ഏതായാലും ഒരു സൂത്രം പ്രയോഗിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഒന്നുകൂടി ശ്രമിക്കട്ടെ." പിന്നെയും കുറുക്കച്ചി ആടിൻ്റെ അടുത്തേക്ക് പോയി. ആടിനെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് സന്തോഷത്തോടെ പറഞ്ഞു, "ചങ്ങാതി, നീ വലിയ ഉപകാരമാണ് ചെയ്തത്. നീ അടുത്തെത്തിയപ്പോൾ എൻ്റെ ഭർത്താവിന് ബോധം തെളിഞ്ഞു. മരിച്ചെന്ന് കരുതിയ ആൾ ജീവിച്ചു. അതിന് നീയാണ് കാരണക്കാരി. നിന്നോടുള്ള നന്ദിയും സ്നേഹവും എങ്ങനെ പറഞ്ഞറിയിക്കാനാണ്? തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ കാരണക്കാരിയായ നിന്നെ കാണാൻ എൻ്റെ ഭർത്താവിന് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് നീ എന്നോടൊപ്പം വരൂ. പഴയതെല്ലാം മറന്നു കളയൂ." കുറുക്കച്ചിയുടെ ഈ വർത്തമാനം കേട്ടപ്പോഴേ ആടിന് കാര്യം പിടികിട്ടി. അവൾ മനസ്സിൽ കരുതി, "ഈ നയവഞ്ചകി വീണ്ടും എന്നെ പാട്ടിലാക്കാൻ വരികയാണ്. ഇവളെ ഒന്ന് മര്യാദ പഠിപ്പിച്ചേ മതിയാവൂ." ആട് വളരെ സൗഹൃദത്തോടെ തന്ത്രപരമായി കുറുക്കച്ചിയോട് പറഞ്ഞു, "പഴയ സൗഹൃദം ഊട്ടി ഉറപ്പിക്കാനാണല്ലോ നിന്റെ ഭർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഏതായാലും വരാം. പക്ഷേ ഒപ്പം എൻ്റെ കുറേ കൂട്ടുകാരും ഉണ്ടാവും.
അവർക്കെല്ലാം ഒരു സദ്യ നൽകണം. എന്താ, സമ്മതമാണോ? ആരൊക്കെയാണ് നിന്റെ കൂട്ടുകാർ എന്ന് കുറുക്കച്ചി തിരക്കി. എൻ്റെ കൂട്ടുകാർ കുറേ വേട്ടപ്പട്ടികളാണ്. അവരൊരു 10,000 പേരുണ്ടാവും. അത് കേട്ട് കുറുക്കച്ചി ആകെ പരിഭ്രമിച്ചു. 1000 പോയിട്ട് ഒരു വേട്ടപ്പട്ടി വന്നാൽ തന്നെ തങ്ങളുടെ കാര്യം അപകടത്തിലാണ്. രക്ഷപ്പെടാൻ എന്താണൊരു വഴി? അവൾ പെട്ടെന്ന് പറഞ്ഞു. നീ നിന്റെ വീട് വിട്ടിട്ട് വേണ്ടേ വരാൻ? അങ്ങനെ ചെയ്താൽ വീട്ടിൽ വല്ല കള്ളന്മാരും വന്നാലോ? അതുകൊണ്ട് നിന്റെ കുശലാന്വേഷണം ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിച്ചോളാം. ശരി, പിന്നെ കാണാം. കുറുക്കച്ചി ഒരു നിമിഷം അവിടെ നിന്നില്ല. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും കുറുക്കനോ കുറുക്കച്ചിയോ ആ ആടിനെ ശല്യപ്പെടുത്തിയിട്ടില്ല. നന്ദി.